വണക്കം സുഹൃത്തുക്കളെ, പോസ്റ്റർ കണ്ടു നോക്ക്. വിജയ് ആൻ്റണിയുടെ പുതിയ ചിത്രമാണ് മാർഗൻ എന്ന് പറഞ്ഞ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ്, സൈക്കോപാത്ത് സിനിമ. പൊതുവേ അങ്ങനത്തെ സിനിമകൾ അറിയാമല്ലോ. അതിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ ഞാനിതുവരെ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ സിനിമ തമിഴ് പടമാണ്. തമിഴ് പടം എനിക്ക് ധ്രുവങ്ങൾ 16 അത് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാക്ഷസൻ എന്ന് പറയുന്ന സിനിമ ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ആര് ചോദിച്ചാലും അതേ പറയത്തുള്ളൂ. പക്ഷേ എനിക്ക് ധ്രുവങ്ങൾ 16 ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. കാരണം അതൊരു ക്ലാസ്സും എനിക്ക് ആ സിനിമ ധ്രുവങ്ങൾ 16 ഒരു ദിവസം നൈറ്റ് ഇരുന്ന് കണ്ടിട്ട് എനിക്ക് കിളി പോയതാണ്. അത്രയും കിടിലം പടമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, വിജയ് ആൻ്റണിയുടെ തന്നെ കൊലകാരൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് അന്യം പടമാണ്. അത് ഇപ്പോൾ ഈ കണ്ട ഈ മാർഗനേക്കാളും ബെസ്റ്റ് സിനിമയാണ് കൊലകാരൻ. അപ്പോൾ പറഞ്ഞു വന്നത്, കുറേ കാലത്തിന് ശേഷം ഒരു അത്യാവശ്യം ഒരു കൊള്ളാവുന്നൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വന്നിട്ടുണ്ട്. അതാണ് ഈ മാർഗൻ എന്ന് പറയുന്ന സിനിമ. വിജയ് ആൻ്റണി ഇതിനകത്ത് പോലീസായിട്ടാണ് വരുന്നത്. ഒരു പുള്ളിയുടെ കുടുംബത്തിൽ നടന്നതും അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കൊലയുടെ അന്വേഷണമായിട്ട് പൊതുവെ ഇറങ്ങുന്നത്. അത് എല്ലാ ടിപ്പിക്കലായിട്ട് എല്ലാ ടെംപ്ലേറ്റ് ഇങ്ങനെയാണല്ലോ സിനിമയുടെ. അപ്പോൾ പുള്ളി ഇറങ്ങിയിട്ട് അതിനുശേഷം ഈ കൊലയാളിയെ കണ്ടെത്തുന്ന ആ ഒരു രീതി നോർമലാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്തുള്ള ഒരു 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 അഡീഷണൽ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തൊരു ഒരു ഒരു നടനുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അവനാണെങ്കിൽ ഒരു ലോകത്തിൽ തന്നെ വളരെ റെയറായിട്ട് ചുരുക്കം ഏതാണ്ട് കോടിയിലെങ്ങാണ്ട് 10 പേർക്കോ അങ്ങാണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു അമിതമായിട്ടുള്ള മെമ്മറി പവർ. അവർക്ക് പല കാര്യങ്ങളും നമുക്ക് നടക്കാത്ത കാര്യം, അത് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ആ ഒരു ഏരിയയിൽ, അതായത് ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് പുള്ളി ഉണ്ടെങ്കിൽ അത് മൈൻഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ മൈൻഡുള്ള ആൾക്കാർ, മെമ്മറി ഉള്ള ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ സിനിമയുടെ കൺസെപ്റ്റ് അതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ലോകത്ത് തന്നെ ഇത്രയും കോടി ജനങ്ങളിൽ 800 കോടി ജനങ്ങളിൽ തന്നെ പല രീതിയിലുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ മെഡിക്കലി തെളിയിച്ചിട്ടുള്ള പല സംഭവങ്ങളും വെച്ചിട്ട് പൊതുവെ സിനിമ ചെയ്യാറുണ്ട്. ഞാൻ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതും ഒരു മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മെമ്മറി പവർ. അത് ഈ സിനിമയെ എടുത്ത് ആ ഒരു സംഭവത്തിനെ ഈ സിനിമയ്ക്കകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. അത് നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, ഒരു പുതിയൊരു അനുഭവമായിട്ട് തോന്നി. അങ്ങനെ അന്വേഷണം വന്ന് ആ കൊലയാളിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇതാണ് സിനിമയുടെ സംഭവം. വിജയ് ആൻ്റണി പൊതുവേ ഈ മ്യൂസിക് ഡയറക്ഷനൊക്കെ വിട്ടിട്ട് സിനിമ നടനായതിനു ശേഷം പുള്ളിയുടെ പടങ്ങളൊക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. ഞാൻ പുള്ളിയുടെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങി ഈ സിനിമ വരെ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ചാണ്.